അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്ന DGP ശരിക്കും ഷമീറിൻ്റെ മുഖം കണ്ട് ഞെട്ടിപ്പോയി. എന്തു പറ്റി ഷമീർ, ഇങ്ങനെയല്ലായിരുന്നല്ലോ നീ? നിൻ്റെ മുഖത്ത് ആ പുഞ്ചിരി എവിടെയോ പോയി മാഞ്ഞിരിക്കുന്നു. അല്ല, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീട്ടിലേക്ക്? പിന്നെ ഷമീർ, നിന്നോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നുമോള് അവിടെ പോയി വന്നതിന് ശേഷം അവൾക്ക് എപ്പോഴും അതിനെക്കുറിച്ചുള്ള കവിതകളും അതിനെക്കുറിച്ചുള്ള കഥകളും ചിത്രങ്ങളും എല്ലാം സെറ്റാക്കുന്ന തിരക്കിലാണ്. അതെ, പല കഥകളും കവിതകളും അവൾ എഴുതി കഴിഞ്ഞു. നിങ്ങളുടെ ആ കൊച്ചുകുടിലും ഗ്രാമീണ ഭംഗിയും എല്ലാം കൂടി അവൾക്ക് കണ്ടിട്ട് മതി വരുന്നില്ല സത്യമായിട്ടും. ഷമീർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്ത് സർ? അത് എൻ്റെ മകൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ ഒരു വീടും പരിസരവും ഒന്ന് കാണാനുള്ള അവസരം ഒരുക്കാമോ? അവൾക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ്. അവൾക്ക് അവിടെ ഇരുന്ന് കഥ എഴുതാൻ തോന്നുകയാണ്, കവിത എഴുതാൻ തോന്നുകയാണ്, ചിത്രം വരയ്ക്കാൻ തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞത്. ആ ഒരൊറ്റ ദിവസത്തെ ആ ഒരു കാഴ്ചയിൽ അവളുടെ മനസ്സ് ശരിക്കും അവിടെ അങ്ങ് പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു വീടും നിങ്ങളുടെ ആ വയലും ആ വഴികളും പാടവരമ്പത്തോടുള്ള വഴികൾ, അതിനിടയിലൂടെ ആ ഒരു വെളുത്ത കൊക്കുകൾ പാറി പറക്കുന്നതും എല്ലാം അവളുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മകളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സിനുള്ളിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഷമീർ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എൻ്റെ മകൾക്ക് അവിടേക്ക് വരുവാനും അവിടേക്കൊന്ന് ഫോട്ടോ എടുക്കുവാനുള്ളൊരു ചാൻസ് കൊടുക്കുമോ? അവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കാനൊക്കെ ഉള്ളത്. ശരിക്കും ഷമീർ അത്ഭുതപ്പെട്ടു. സാർ, എന്താ നിങ്ങൾ പറയുന്നത്? ആഴ്ചയിൽ ഒരിക്കലെന്നല്ല, എന്ന് വന്നാലും സന്തോഷമേ ഉള്ളൂ. എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഇടമായതുകൊണ്ട് അതിനെന്താ സന്തോഷമല്ലേ ഉള്ളൂ. സാർ അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെ അനുവാദമൊന്നും ചോദിക്കല്ലേ. അല്ല മോനെ ഷമീർ, എങ്കിലും ഞാൻ ചോദിക്കുകയാണ് അതിനെക്കുറിച്ച്. എൻ്റെ മോളുടെ ഇഷ്ടങ്ങളെ അവൾക്കൊരുപാട്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ അവളെ കളക്ടറാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും വേറെ പല സ്വപ്നങ്ങളിലേക്കാണ് അവൾ പോകുന്നത്. അതായത് വളരെയധികം ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മനോഹരമായ കണ്ണിന് കുളിർമഴയേകുന്ന ഒരു കാഴ്ചകൾ, കാര്യങ്ങൾ, വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകൾ, ആഡംബര കാറുകൾ, അതൊന്നും എൻ്റെ മകൾക്ക് ഇഷ്ടമല്ല. തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിക്കാനാണ് അവൾക്കിഷ്ടം. എനിക്ക് എന്തൊക്കെ തന്നെയാലും ഷമീറിന് അങ്ങനെ ഒരു വീടും പുരയിടവും ഉണ്ടായതുകൊണ്ട് എൻ്റെ മോൾക്ക് ഇടയ്ക്കിടെ വന്ന് കാണാമല്ലോ അല്ലേ? സാർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് കിടക്കാൻ സമ്മതമാണ്. സത്യമായിട്ടും. അതെ മോനെ, താങ്ക് യു, ഒരുപാട് താങ്ക് യു. എൻ്റെ മകൾ പറഞ്ഞേൽപ്പിച്ചതാണ് ഇതെല്ലാം. അല്ല മോനെ, കല്യാണത്തിൻ്റെ കാര്യം അതെന്തായി? അതിനെക്കുറിച്ച് ശരിക്കും ഷമീർ എന്ത് പറയണമെന്നായിപ്പോയി. സർ, അത് ചെറിയൊരു ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല. ഓക്കെ, തിരക്കില്ലല്ലോ, പതുക്കെ മതിയല്ലോ അല്ലേ? എന്തപ്പത്തെ വലിയ തിരക്ക് അല്ലേ? അതെ സാർ. എന്നാൽ ഒരിക്കൽ പോലും ഷമീർ അതൊന്നും പറഞ്ഞില്ല, ആ കാര്യങ്ങളിലേക്കൊന്നും. കാരണം അവൾക്ക് താല്പര്യമില്ലാത്തതും ആ വിവാഹം അത് തൽക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊന്നും അവൻ പറഞ്ഞില്ല. അവൻ മനസ്സിൽ വളരെയധികം വിഷമത്താൽ കഴിയുകയാണ്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ DGP സാർ ഇറങ്ങുകയാണ്. മോനെ, എന്നാൽ ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ, എന്നാൽ ശരി മോനെ. പിന്നെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കണം കേട്ടോ, പറയാൻ കേട്ടോ. നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങുവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം വെറുതെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. എന്നാൽ ഈ സമയം അതാ സീനത്ത് വീണ്ടും പഠിക്കുവാൻ പോകാൻ തുടങ്ങി. ഉപ്പയും ഉമ്മയും അവളോട് പറഞ്ഞു, മോളെ നീ ശ്രദ്ധിക്കണം, എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ വരന്നെ വേണ്ട. നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് എന്നെ ഉപദേശിക്കാൻ വരണ്ട, ഞാൻ കൊച്ചുകുട്ടിയല്ല എന്നുള്ളത്. മോളെ, എന്നാലും തെറ്റ് വരാൻ എളുപ്പമായിരിക്കും. ഒരാളെക്കുറിച്ച് നല്ലത് പറയാൻ കുറച്ച് പണിയായിരിക്കും, പക്ഷേ മോശമാണെന്ന് പറയാൻ വളരെ എളുപ്പമായിരിക്കും. എന്ന് പറഞ്ഞാൽ ചുണ്ടങ്ങ പറയുന്ന കാലമാണിപ്പോൾ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ ഇപ്പോൾ തൽക്കാലം പോകണോ? ആ പിതാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ പറഞ്ഞു, പിന്നെ ഞാനിവിടെ ഇങ്ങനെ അടുക്കളക്കാരിയെ നിൽക്കാം പോരെ? അതുമാത്രമല്ല, ഷാഹുൽ പെണ്ണെട്ടി കൊണ്ടുവരുമ്പോഴേ അവളതും കൂടി ഞാൻ കേൾക്കേണ്ടി വരും. ഞാൻ പഠിക്കാൻ പോവാണ്, എന്നിട്ട് ജോലിക്ക് പോവാണ്. അല്ലാതെ പിന്നെ ഇവിടുത്തെ ഇതിങ്ങനെ കേട്ട് നിൽക്കല്ല എൻ്റെ പണി. എന്നാൽ ഉമ്മാക്കും ഉപ്പാക്കും വല്ലാത്ത സങ്കടമായി.
പാവ കുഞ്ഞിനെ ഇട്ടിട്ടാണല്ലോ പോകുന്നത്. എന്നാൽ ഈ സമയം നമ്മുടെ സഹർ ബത്തൂലും ഷെഫി ഉസ്താദും പുറപ്പെട്ടു കഴിഞ്ഞു. അത് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെയും ഉമ്മയെയും ഗൾഫിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയവുമുണ്ട്. കാരണം സീനത്ത് എപ്പോഴും വാക്ക് മാറുന്ന പെണ്ണാണ്. ഒരു പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരുമ്പോൾ അവളെങ്ങാനും വന്ന് എൻ്റെ കുഞ്ഞിനെ തട്ടിപ്പറിക്കുമോ എന്നുള്ള ഭയമുണ്ട്. പക്ഷെ ഒരിക്കലും അവൾ നോക്കില്ല എൻ്റെ കുഞ്ഞിനെ. അതെ, ഞാൻ സുരക്ഷിതമായി നോക്കിക്കോളാം എൻ്റെ കുഞ്ഞിനെ. പിന്നെ എൻ്റെ ഉമ്മയുണ്ടല്ലോ, ബത്തൂലുമുണ്ട്. ബത്തൂലിൻ്റെ കാര്യത്തിൽ ഇനി കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവൾക്കും പ്രഗ്നൻസി ടൈമൊക്കെ ആകാൻ ഇനി അധിക മാസമൊന്നുമില്ല. പഠിച്ചോനെ അല്ലാ. ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല അവർ വിമാനയാത്രയിലാണ്. എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ പാവം ആ പൊന്നുമോനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. കാരണം എത്രയൊക്കെ തന്നെയായാലും കുറച്ചൊക്കെ പ്രായമായതല്ലേ, ബാല്യക്കാർ നോക്കുന്ന പോലൊന്നും ആയില്ലെങ്കിലും തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് കുഞ്ഞിന് ആട്ടുംപാൽ കാച്ചി കൊടുത്ത് അത് കുടിപ്പിച്ചിട്ടും മുത്താറിപ്പൊടി വിരകിയിട്ടും അങ്ങനെയൊക്കെ അല്പമായി ഭക്ഷണമെല്ലാം കൊടുത്തു തുടങ്ങി. കാരണം തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഷെഫിയെ നോക്കുന്ന പോലെയാണ് അവർക്ക് തോന്നിയത്. എൻ്റെ പൊന്നുമോനെ ഷെഫി ഉമ്മാൻ്റെ കുട്ടി തന്നെയാണ്, അതെൻ്റെ ഷെഫി മോനെ മുറിച്ച് വെച്ചിക്കണ്. ഏതായാലും റബ്ബേൻ്റെ കുട്ടീനെ കാണാനായല്ലോ. ശരിക്കും പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു പൊന്നുമോനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. എന്നാൽ പെറ്റുമ്മ കാട്ടിയ ആ ഒരു വിഷമങ്ങളെക്കുറിച്ച് ആ ഉമ്മ ഓർത്ത് കരയാറുണ്ട്. പഠിച്ചവനെ എൻ്റെ കുട്ടിക്ക് പാവാണ്, അമ്മിഞ്ഞ് കുടിച്ച് നടക്കേണ്ട പ്രായമാണ്. പക്ഷെ എന്ത് ചെയ്യും, അവൾ വരൂലല്ലോ, കൊണ്ടുപോയില്ലല്ലോ എൻ്റെ കുട്ടിനെ. അല്ലാ പഠിച്ചോനെ നീ കാക്കല്ല എൻ്റെ കുഞ്ഞിനെ. എല്ലാവരോടും തർക്കുത്തരം പറഞ്ഞുകൊണ്ട് സീനത്ത് അവളുടെ പഴയ ജീവിതത്തിലേക്ക് തന്നെ കടന്നുപോയി. അവളുടെ ഇഷ്ടം അവൾ എതിർക്കാൻ ആരും പാടില്ല. അവൾക്ക് ഇസ്ലാമിക നിയമങ്ങളോട് താല്പര്യമില്ല. അങ്ങനെയൊക്കെ ചില നിബന്ധനകളായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഷെഫി ഉസ്താദും ഷമീറൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നർത്ഥം. പക്ഷേ ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴും ടെൻഷൻ തന്നെയാണ്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഷമീർ പോലീസ് സ്റ്റേഷനിലായിരുന്നപ്പോൾ DGP സാർ ആസിഫിനെ വിളിക്കുന്നു. ഇത് DGP സാറാണല്ലോ. ഹലോ സാർ. എന്തൊക്കെ? മോനെ, ഞാൻ ഒന്നും ഉണ്ടായിട്ട് വിളിച്ചതല്ല. നമ്മുടെ സ്റ്റേഷനും അതിൻ്റെ പരിധിയിലൊക്കെ ഉള്ള എല്ലാ സ്ഥലങ്ങളൊക്കെ വളരെയധികം ഒരുപാട് മെച്ചപ്പെട്ടു അല്ലേ. ഒരുപാടെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ആക്റ്റീവുമാണ്. എല്ലാം വളരെയധികം ഭംഗിയായൊരു സ്റ്റേഷൻ പരിധികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സർ, ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മുടെ ഷമീർ. അവൻ പ്രതിഫലമൊന്നും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും അവൻ ചെയ്യേണ്ട പണി നല്ല രീതിയിൽ ചെയ്യും. അത്രക്കാരനാണ് അവന്. അത് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. ശരിക്കും നമുക്ക് ഒരു ആദരവ് കൊടുക്കണമല്ലോ ഷമീറിന് വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക്. അല്ല, എന്നാണ് അവൻ്റെ വിവാഹത്തിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ ആ വിവാഹ സമ്മാനമായിട്ട് നമുക്കങ്ങനെ നൽകുകയായിരിക്കും നല്ലത് അല്ലേ. ശരിക്കും അതാ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് ആസിഫ് ഞെട്ടിപ്പോയി. സർ, അത് എന്താടാ വിവാഹം ഇനി ഒരുപാട് ടൈമുണ്ടോ, അതോ പെട്ടെന്നുണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ആ വേദിയിൽ വെച്ച് നമുക്ക് സംസാരിക്കുകയായിരിക്കും, അതാകുമ്പോഴേ കൂടുതൽ. എന്നാൽ ഈ സമയം ആസിഫ് പറഞ്ഞു, സർ ഞാൻ അങ്ങോട്ട് വരാം. എന്താ? അല്ല വന്നോളൂ, കുഴപ്പമില്ല. എന്താ പ്രശ്നം? അല്ല ഒന്നുമില്ല. അങ്ങനെ അത് ആസിഫ് നമ്മുടെ DGP സാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. സാറേ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഷമീർ അല്പം വിഷമത്തിലാണ്. ഞാൻ അവൻ്റെ ഫേസ് ശ്രദ്ധിച്ചു, അത്രയധികം സമ്പൂർണ്ണമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താ അപ്പോഴേക്കും അതാ ഭാര്യ അങ്ങോട്ട് വന്നു. അതാ ആസിഫിനുള്ള ചായയൊക്കെ ആയിട്ട്. അല്ല അതൊന്നും വേണ്ട ഇത്ത, ചായ ഒന്നും വേണ്ട, ചൂടല്ലേ, എന്നാൽ ജ്യൂസും ഉണ്ട്, ഇഷ്ടമുള്ളത് കഴിക്ക് എന്ന് പറഞ്ഞ് DGP സാറും പറഞ്ഞു. പറയാം, എന്താ അവൻ്റെ ജീവിതത്തിൽ എന്തോ ഒന്നുണ്ട്. അവൻ്റെ മുഖം അങ്ങനെയല്ല, ശരിക്കും മ്ലാനമായിരുന്നു. എന്താ കാര്യം തുറന്നു പറയൂ. സർ, അത് ആ ഒരു വിവാഹത്തിൽ നിന്ന് ആ പെൺകുട്ടി പിന്മാറിയിരിക്കുന്നു. ഒരു നിമിഷം DGP സാർ ഒന്ന് ഞെട്ടി. പക്ഷേ എന്താ പറഞ്ഞത്? പിന്മാറുകയോ? അതെ, അവൾ അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. എന്നാൽ DGP സാറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സ്വപ്നങ്ങൾ വന്നു എന്നറിയുന്നില്ല. അത് മോനെ എന്തു പറ്റി? ഒന്നുമില്ല, അവൾ പഠിക്കാൻ പോവാണ് അങ്ങനെയൊക്കെ. പക്ഷേ ഇവനക്ക് ഷമീറിന് ഇഷ്ടം
കുറച്ച് അടങ്ങി ഒതുങ്ങി വീട്ടിലേക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന പെൺകുട്ടിയെയാണ്. അപ്പോൾ പിന്നെ പക്ഷെ അവൾ പിടിച്ചാൽ കിട്ടില്ല. അവളിങ്ങനെ ഓപ്പണായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ശീലമൊക്കെയാണ്. ഒരാരെയും ഭയമില്ലാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ. ശരിക്കും DGP സർ പറഞ്ഞു, അല്ല എന്നിട്ടെന്താ അവൾ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ബന്ധം വേണ്ട അങ്ങനെ പറയാണ്. എനിക്ക് ഒരിക്കലും വേണ്ട. ആ കുഞ്ഞിനെ വരെ ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ, അതിനെ വരെ ഒരു വീട്ടിൽ കൊണ്ടാക്കിയിട്ടൊക്കെ പോയതെന്നൊക്കെ പറയുന്നത് കേട്ടു. അതാണ് സംഭവം. ഓ അങ്ങനെ. എന്നിട്ട് ശരിക്കും DGP സാറിന് വല്ലാത്ത എന്തൊക്കെയോ മനസ്സിലേക്ക്. അല്ല ഇനി അവൾ തിരിച്ചു വരുമോ? തിരിച്ചു വരാനൊന്നും ചാൻസ് ഇല്ല. കാരണം അവളുടെ ഇഷ്ടത്തിന് നീങ്ങുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടും കാര്യമില്ലല്ലോ. ശരിക്കും DGP സാറിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണോ സങ്കടമാണോ അറിയുന്നില്ല. എന്തെന്നറിയില്ല, വല്ലാത്തൊരവസ്ഥ. അപ്പോൾ ശരിക്കും ഒഴിവായി പോയിട്ടുണ്ടാവോ ആ പെണ്ണ്? എന്താ സാറേ അങ്ങനെ ചോദിക്കുന്നത്? അവളുടെ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കാനൊന്നും പറ്റില്ല. അത് അത്തരക്കാരിയാണ്. ഇനി ഒരിക്കലും ഷെഫി ഉസ്താദ് അവളെ സ്വീകരിക്കുകയില്ല. അല്ലെങ്കിൽ എങ്ങനെ സ്വീകരിക്കാനാ? ഏതായാലും ഷമീറിലെ അത്രക്കും അങ്ങനെയൊക്കെ ആയ പെണ്ണിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവൻ്റെ മനസ്സാണ്. അതെ, അവനൊരാളും കഷ്ടപ്പെടരുത്. എല്ലാവർക്കും ജീവിതം ആരും കഷ്ടപ്പെട്ട് ജീവിക്കരുത്, എല്ലാവർക്കും നല്ല ജീവിതം കൊടുക്കണം എന്നുള്ള ചിന്താഗതിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ ഏറ്റെടുത്തതും പിന്നെ ഇവരുടെ മാതാപിതാക്കളൊക്കെ പാവങ്ങളാണ്, നല്ലൊരു ബ്രദറുണ്ട്, അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്ത് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ പെൺകുട്ടികളുടെ ഒരു സ്വഭാവമായി കഴിഞ്ഞാലേ. എന്നാൽ DGP സാറിന് എന്തെന്നറിയില്ല, ആകെപ്പാടൊരു ഷോക്കായിരുന്നത്. താൻ മനസ്സിൽ ആഗ്രഹിച്ചത്, തൻ്റെ മകൾ ആഗ്രഹിച്ചത്, എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എന്തായിരിക്കും DGP സാറിൻ്റെ മനസ്സിലുള്ളത്? DGP സാറിൻ്റെ ചിന്തകൾ എന്തിനെക്കുറിച്ചായിരിക്കും? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ നാട്ടിലൊരു പുഴയിലൊരു കുട്ടി മുങ്ങി മരിച്ചു എന്ന്, 6-7 വയസ്സുകാരനെ. അതിൻ്റെ കൂടെ ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. 5 കുട്ടികളായിരുന്നു വെള്ളത്തിൽ ഇറങ്ങിയിരുന്നത്. അതിൽ 2 കുട്ടികൾ ഇങ്ങനെ മുങ്ങിപ്പൊന്തിയിട്ട് നിലമില്ലാത്ത സ്ഥലത്തേക്ക് എത്തി വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ മയ്യത്ത് എല്ലായിടത്തും തിരയുകയായിരുന്നു. അവസാനം കെട്ടിപ്പിടിച്ച നിലയിൽ വെള്ളത്തിൽ താഴ്ന്ന രീതിയിലായിരുന്നു കേട്ടോ മയ്യത്ത് കിടന്നിരുന്നത് 2 പേരുടേതും. ഒരാൾ മരണപ്പെട്ടു. ഒരാൾക്ക് CPR കൊടുത്ത് എങ്ങനെയൊക്കെ റെഡിയാക്കാൻ നോക്കി, പക്ഷെ മരണപ്പെട്ടു. എന്നാൽ മറ്റേ ആൾക്ക് കുറഞ്ഞൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ICUവിലായിരുന്നു കേട്ടോ. 12 വയസ്സുകാരൻ നല്ല പാട്ട് പാടുന്ന കുട്ടിയായിരുന്നു. ആ പാട്ടൊക്കെ ഇങ്ങനെ വാട്സപ്പിലൂടെയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു കുട്ടി ഇന്നലെ തന്നെ മരണപ്പെട്ടു. ഇന്ന് മറ്റേ കുട്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുക. അത് മാത്രമേ സാധാരണത്തെ രീതിയിൽ 3 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ കഴിയുള്ളൂ കേട്ടോ. അതിലേറെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കും, അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേൾക്കാറുള്ളത്. സാധാരണ രീതി നോർമൽ മുങ്ങലല്ല, അല്ലാതെ നമ്മൾ അറിയാതെ വെള്ളം കുടിച്ച് മുങ്ങിപ്പോലും 3 മിനിറ്റാണ് അത്രേ. അപ്പോഴേക്കും നമ്മൾ മരിക്കും അത്ര. അങ്ങനെയാണല്ലോ എൻ്റെ കണക്ക്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബേ ആ മക്കൾക്കും അവരുടെ വീട്ടുകാർക്കും ക്ഷമ നൽകട്ടെ. കാരണം ആ മക്കൾ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വാർത്ത വന്നു, അതെ ആ പൊന്നും മോനും യാത്രയായി എന്ന്. എന്നാൽ അവസാനമായി കണ്ട ഫോട്ടോ ആരുടെയും ഹൃദയം വേദനിക്കുന്ന ഒന്നായിരുന്നു. കാരണം ഒരുമിച്ച് കളിച്ചവർ ഒരുമിച്ചും ഖബറിൽ എന്ന് പറഞ്ഞിട്ട് 2 ഖബർ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുമിച്ച് അവർ വെള്ളത്തിലിറങ്ങി കളിച്ച മക്കളായിരുന്നു. ഇപ്പോൾ അവർ ഖബറിലും ഒരുമിച്ച് തന്നെയാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം മക്കളെന്ന് വെച്ചാൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. കാരണം ബാലന്മാരല്ലേ, 7 വയസ്സും 10-12 വയസ്സൊക്കെ ഉള്ള ബാലന്മാരെന്നൊക്കെ പറഞ്ഞാൽ അത് അറ്റങ്ങൾ അവർക്ക് ഒരു ശിക്ഷയൊന്നും ഉണ്ടാവില്ലല്ലോ. അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ തന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. എന്തൊക്കെ തന്നെയായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ നാളെ സ്വർഗ്ഗത്തിലേക്ക് കൈ പിടിച്ച് കയറ്റുവാനുള്ള മക്കളാണ് ആ മക്കൾ. അല്ലാഹു ക്ഷമ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ നേരത്തെ ചോദിച്ച ആ ഒരു ഉത്തരം എന്തായിരിക്കും നമ്മുടെ DGP സാർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം പിന്നീട് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.